ഓപ്പറേഷൻ സിന്ദൂറിൽ റഫാൽ വിമാനങ്ങൾ നഷ്ടമായി എന്ന പാകിസ്ഥാൻ വാദത്തിന് തിരിച്ചടി. 36 റഫാൽ വിമാനങ്ങൾക്കും പിന്തുണാ സേവനം ആവശ്യപ്പെട്ട് IAF ടെൻഡർ പുറത്തിറക്കിയിരിക്കുകയാണ്. ഇന്ത്യ വാങ്ങിയ എല്ലാ 36 റഫാൽ വിമാനങ്ങളും ഇപ്പോഴും സേവനത്തിലുണ്ട് എന്ന് വ്യക്തമാക്കുന്ന രേഖയാണ് പുറത്തു വന്നിരിക്കുന്നത്. ലോകത്തെ ഞെട്ടിച്ച പാകിസ്ഥാൻ ഭീകരതയ്ക്ക് ഇന്ത്യൻ നൽകിയ ചുട്ട മറുപടിയായിരുന്നു ഓപ്പറേഷൻ സിന്ദൂർ. കണ്ണടച്ചു തുറക്കുന്ന വേഗത്തിൽ പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങൾ ഇന്ത്യൻ സേനകൾ തകർത്തെറിഞ്ഞു. പ്രതിരോധ രംഗത്തിനെ ആധുനികവൽക്കരിച്ചതിന്റെ ഉത്തമ ഉദാഹരണമായിട്ടാണ് ഓപ്പറേഷൻ സിന്ദൂറിനെ വിലയിരുത്തുന്നത്. പഹൽഗാമിലെ നെറുകേടിന് പകരം ചോദിക്കണം. രാജ്യത്ത് മുഴുവൻ ആ വികാരം വലിയ രീതിയിൽ അലയടിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ 3 സേനകളുടെ തലവന്മാരുടെ യോഗം, ഉന്നതതല കൂടിയാലോചനകൾ, അതിർത്തിയിൽ എന്തും നേരിടാനുള്ള തയ്യാറെടുപ്പുകൾ. തിരിച്ചടി പാകിസ്ഥാൻ പ്രതീക്ഷിച്ചിരുന്നു, പക്ഷേ എപ്പോൾ എവിടെ എന്ന സൂചന ആർക്കും ഉണ്ടായിരുന്നില്ല. രാജ്യത്താകെ മോക്ക് ഡ്രില്ലുകൾ, തയ്യാറെടുപ്പുകൾ ശക്തമാക്കി കേന്ദ്ര സർക്കാർ. ഇന്ത്യൻ പടിഞ്ഞാറൻ അതിർത്തിയിലെ വ്യോമതാവളത്തിൽ നിന്ന് ഒരു സുഖോയ് 30 പറന്നുയർന്നു. പറന്ന് 10 മിനിറ്റിനുള്ളിൽ സുഖോയിൽ നിന്ന് ഒരു മിസൈൽ തൊടുത്തു. ചെന്ന് വീണത് 200 കിലോമീറ്ററിനുള്ളിൽ ബഹവൽപൂരിലെ ഭീകര കേന്ദ്രത്തിലേക്ക്. സുഖോയ്ക്ക് പിന്നാലെ റഫാൽ, മിറാഷ്. കേവലം അരമണിക്കൂർ കൊണ്ട് തകർത്തെറിഞ്ഞത് പാകിസ്ഥാനിലെ 9 ഇടങ്ങളിലെ ഭീകര കേന്ദ്രങ്ങൾ. പാക് വ്യോമസേനയുടെ റഡാർ കേന്ദ്രങ്ങളും മുസാഫറാബാദ്, കോട്ട്ലി, ബഹവൽപൂർ, മുദ്രിക തുടങ്ങിയ ഇടങ്ങളിലെ ഭീകര ഹെഡ്ക്വാർട്ടേഴ്സുകളും ഇന്ത്യൻ പ്രതികാരത്തിന്റെ ശക്തി അറിഞ്ഞ സമയമായിരുന്നു അത്. എല്ലാത്തിനെയും അതിർത്തിയിൽ തരിപ്പണമാക്കി ഇന്ത്യയുടെ പ്രതിരോധ സംവിധാനം. ഒടുവിൽ പുലർച്ചെ 1:45 ഇന്ത്യ ലോകത്തോട് പറഞ്ഞു, പഹൽഗാമിൽ സിന്ദൂരം മായ്ച്ചവർക്ക് ഈ രാജ്യം മറുപടി നൽകിയിരിക്കുന്നു ഓപ്പറേഷൻ സിന്ദൂറിലൂടെ എന്ന്. ആകെ 88 മണിക്കൂർ നീണ്ടുനിന്ന സൈനിക നടപടി. വിറങ്ങലിച്ച് പാകിസ്ഥാൻ ജമ്മുവിലെയും കശ്മീരിലെയും ജനവാസ കേന്ദ്രങ്ങളിൽ ഉന്നമിട്ടു. ഇങ്ങോട്ട് 5 അങ്ങോട്ട് 10 എന്ന കണക്കിന് ഷെല്ലുകൾ പായിച്ച് ഇന്ത്യ തിരിച്ചടിച്ചു. ഓപ്പറേഷൻ സിന്ദൂർ അവസാനിച്ചിട്ടില്ല എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കം വ്യക്തമാക്കുകയും ചെയ്തു. അങ്ങനെ ഓപ്പറേഷൻ സിന്ദൂർ വലിയ വിജയമായിരുന്നു. ആ ഓപ്പറേഷൻ സിന്ദൂറിൽ ഇന്ത്യയുടെ റഫാൽ വിമാനം നഷ്ടമായി എന്ന് പാകിസ്ഥാൻ അവകാശവാദം ഉന്നയിച്ചിരുന്നു. ആ അവകാശവാദമാണ് ഇപ്പോൾ പൊളിഞ്ഞടുങ്ങുന്നത്. റഫാൽ വിമാനങ്ങൾക്കൊന്നും സംഭവിച്ചിട്ടില്ല എന്ന് വ്യക്തമാക്കുന്ന നിർണായക റിപ്പോർട്ടാണ് പുറത്തേക്ക് വന്നിരിക്കുന്നത്.